ഒരിക്കൽ പഠിച്ചു, ഞാൻ എക്സ്പേർട്ടാണ് ആ ടോപ്പിക്കിൽ, എൻ്റെ സബ്ജക്റ്റ് തന്നെയാണ്, 100% കോൺഫിഡൻ്റ് ആണ്. സോ റിവിഷൻ ചെയ്യുന്നില്ല. ആ ഒരു അവഗണന നിങ്ങൾ പല ടോപ്പിക്കിനോട് കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പണി കിട്ടും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് ബ്രോഗാഡ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പം LDC നിങ്ങൾക്ക് കിട്ടില്ല, എന്താ സാറേ നെഗറ്റീവ് അടിക്കുകയാണോ, എന്താ ഇങ്ങനെ എന്നൊക്കെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു ഉണർവുണ്ടാകുക, എനിക്ക് കിട്ടില്ലേ, അത് എവിടെയാ പറയുന്നത്, ഇയാളെങ്ങനെ ഇങ്ങനെ പറയുക, ഞാനത് നേടി കാണിച്ചു കൊടുക്കല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങളുടെ ഈ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകും വേണം. LDC ഞാൻ നേടും സാറേ, ഇത്ര റാങ്ക് ഞാൻ നേടും, എറണാകുളം ഇത്ര റാങ്ക്, കോഴിക്കോട് ഇത്ര റാങ്ക്, കണ്ണൂർ ഇത്ര റാങ്ക്, ഇതിനുള്ളിൽ 10-നുള്ളിൽ 50-നുള്ളിൽ 30-നുള്ളിൽ 100-നുള്ളിൽ, അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ലക്ഷ്യം അവിടെ കാണിച്ചു വെക്കണം നിങ്ങൾ. ഓക്കെ, അതിനുള്ള പ്രചോദനമായിട്ട് ഈ വീഡിയോ മാറണം. അത് പറയാനും അത് നേടിയെടുക്കാനുള്ളൊരു ആർജവം നിങ്ങൾ ഇന്നു മുതൽ കാണിക്കാൻ തുടങ്ങണം. ഓക്കെ, അതിനുള്ള കുറച്ച് തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടും. എന്താണ് ഒന്നാമത്തെ കാര്യം? നിങ്ങൾക്ക് LDC കിട്ടൂല. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT പാഠപുസ്തകങ്ങൾ പുതിയതും പഴയതും പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് LDC കിട്ടാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. പഴയതും പഠിക്കണം, പുതിയതും പഠിക്കണം. പുതിയ SCERT പഠിച്ചാൽ പഴയതിൽ നിന്നുള്ളൊരു 10% നഷ്ടമാവും. അപ്പം പുതിയത് പഠിച്ചതിന് ശേഷം പഴയതൊന്നും ഇങ്ങോട്ട് ഓടിച്ചു പോയാൽ അവിടെ ഒരു റിവിഷൻ പോലെ ഉണ്ടാവുള്ളൂ. കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ പഠിക്കാത്ത ഉണ്ടാവുള്ളൂ, ഒരു 10% കണ്ടൻറ്റേ പഠിക്കാത്ത ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അത് പരിഹരിക്കാം. അങ്ങനെയാണെങ്കിൽ LDC കിട്ടും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, എനിക്കറിയുന്ന ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഉത്തരം ചെയ്തുള്ളൂ, അറിയാത്തൊക്കെ ഞാൻ ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് ഇങ്ങോട്ട് പോരും. ആ ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് മികച്ച റാങ്കോട് കൂടി LDC കിട്ടില്ല. LDC എന്നല്ല, ഒരു PSCയും കിട്ടില്ല. PSC പരീക്ഷയിൽ ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കുന്നവരൊക്കെയും അവർക്കറിയാത്ത പല ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്തിട്ടുണ്ട്. പണ്ട് കാലം മുതലേ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. PSC ഈ ഫീൽഡിൽ, ഓൺലൈൻ ഫീൽഡിൽ എന്ന് വന്നിട്ടുണ്ടോ, റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന ടെലഗ്രാം ചാനലിലൂടെ ഓൺലൈൻ ഫീൽഡിൽ എന്ന് വന്നിട്ടുണ്ടോ അന്ന് മുതൽ ഞാൻ പറയുന്നതാണ് ലോജിക്കൽ ഗസ്, ലോജിക്കൽ കറക്കിക്കുത്ത്. അതിൻ്റെ ഇഷ്ടംപോലെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ചോദ്യകർത്താവിൻ്റെ സൈക്കോളജി മനസ്സിലാക്കി ചെയ്യുന്നതും, ചോദ്യങ്ങളുടെ ഘടന മനസ്സിലാക്കി ചെയ്യുന്നതും, ഓപ്ഷൻ നോക്കി ചെയ്യുന്നതും, ഇങ്ങനെയുള്ള പല സൂത്രപ്പണികളുണ്ട്. അതൊക്കെ ചെയ്ത് തന്നെയാണ് ആദ്യ റാങ്കുകാർ എന്നും ജനിച്ചിട്ടുള്ളത്. എൻ്റെ കാലഘട്ടത്തിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് എൻ്റെ മുന്നിലൂടെ പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഞാൻ ഉപദേശിക്കുന്നുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഓഫ്ലൈനിലും ചെയ്തിട്ടുണ്ട്, ഓൺലൈനിലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവരാണ് എന്നും ആദ്യ റാങ്കിലേക്ക് എത്തുന്നത്. അല്ലാതെ ഞാൻ പഠിച്ച മാത്രമേ ഉത്തരം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാലങ്ങളെടുക്കും ചിലപ്പോൾ ജോലി കിട്ടാൻ. ഈ പറയുന്ന ഇത്തവണത്തെ LDC കിട്ടണമെന്നില്ല. അതുകൊണ്ട് ആ ഒരു വർക്ക് ഇപ്പോഴേ ചെയ്ത് ശീലിക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇപ്പോൾ ഉള്ള ചോദ്യ രീതികളുണ്ട്, 20ൽ പരം ചോദ്യ രീതികളുണ്ട്. ആ ചോദ്യ രീതികൾ മനസ്സിലാക്കാൻ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. 20 ചോദ്യ പാറ്റേൺ സുജേഷ് ബ്രോഗാഡ് അടിച്ചാൽ മതി. നിങ്ങൾ ആ വീഡിയോ കാണുക, ആ ഓരോ പാറ്റേണുകൾ മനസ്സിലാക്കുക, കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്തു പോവുക. പിന്നെ ഈ ലോജിക്കൽ ഗസ്സിനെ കുറിച്ചും ലോജിക്കൽ കറക്കിക്കുത്തിനെ കുറിച്ചൊക്കെയുള്ള കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് അടിച്ചു നോക്കിയാൽ കിട്ടും. അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അത് ചെയ്ത് ശീലിച്ചില്ല എങ്കിൽ അതിപ്പോഴേ തുടങ്ങണം. പരീക്ഷയുടെ അന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ആ ഒരു പരീക്ഷ കാലഘട്ടത്തിൽ ഞാൻ എല്ലാ അറിവെല്ലാം ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കില്ല. അവിടെ നിങ്ങൾക്ക് ഈ 2 ഗുണങ്ങളും വേണം. ഇപ്പോഴേ ചെയ്യാനുള്ള ധൈര്യം വേണം, അത് ചെയ്തിട്ടുണ്ടാകുന്ന അനുഭവ സമ്പത്ത് വേണം, ചെയ്യാൻ ഉള്ളിലുള്ള ആ ഒരു കണ്ടന്റ് നോളജും വേണം. ഇതെല്ലാം ഒരുമിച്ച് നടക്കണം. ഇപ്പോഴേ ആ പ്രവർത്തനം തുടങ്ങുക, കണ്ടന്റും കൂടി വരണം. രണ്ടും കൂടെ നിങ്ങൾ എക്സ്പേർട്ട് ആകുന്ന ടൈമിലാണ് നിങ്ങൾക്ക് അത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ശരിയും കുറഞ്ഞ തെറ്റും ആവുക. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ള ഒരു PSC ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു റാങ്ക് ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് മാറിയിട്ടുള്ള ഏതൊരാളും ഇത് തുടക്കത്തിൽ ഒരു 10-15 ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ 10-15 തെറ്റും. 15 ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 13-14 തെറ്റും, 1-2 ശരി ഉണ്ടാവുള്ളൂ. പക്ഷെ അയാൾ യഥാർത്ഥ പരീക്ഷാ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ 10-13 ശരികൾ ഉണ്ടാവും, 1-2 തെറ്റിലേക്ക് കുറയും. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് ആദ്യ റാങ്കുകളിലേക്ക് ആളുകൾ എത്തുന്നത്. ഇതറിയാതെ പഠിച്ചത് മാത്രമേ ഞാൻ എഴുതുള്ളൂ, എനിക്ക് നേരിട്ട് അറിയുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് LDC എന്നല്ല PSC പരീക്ഷ ഒന്നും കിട്ടില്ല. അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ, ഈ പുതിയ രീതിയിലുള്ള ചോദ്യ പാറ്റേണുകൾ, ഇതൊന്നും മനസ്സിലാക്കുന്നില്ല നിങ്ങളെങ്കിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ഈ പുതിയ രീതിയോട് നിങ്ങൾ പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് LDC കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യവും മാറ്റം വരുത്തുക. നിങ്ങൾ ഇതിനിറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യമുള്ള പരീക്ഷ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ലക്ഷ്യം LDC ആണെന്ന് കരുതുക. ഓക്കെ,
അതിനിടയിൽ നടക്കുന്ന +2 ലെവൽ പരീക്ഷയായാലും ഡിഗ്രി ലെവൽ പരീക്ഷയായാലും LGS ആയാലും ഏതായാലും ആ പരീക്ഷകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ നോക്കണം. എങ്ങനെയാണ് ചോദ്യങ്ങൾ, ഏത് രീതിയിൽ, എത്ര ഡെപ്തിൽ, ഏതൊക്കെ പാറ്റേണുകളിൽ, എങ്ങനെയൊക്കെ, ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പം നിലവിലുള്ള ചോദ്യ പേപ്പറുകളുമായി ബന്ധം പുലർത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് LDC കിട്ടില്ല. ഓക്കെ, ദെൻ ഒരിക്കൽ പഠിച്ചു, ഞാൻ എക്സ്പെർട്ടാണ് ആ ടോപ്പിക്കിൽ, എൻ്റെ സബ്ജക്റ്റ് തന്നെയാണ്, 100% കോൺഫിഡൻ്റ് ആണ്, സോ റിവിഷൻ ചെയ്യുന്നില്ല. ആ ഒരു അവഗണന നിങ്ങൾ പല ടോപ്പിക്കിനോട് കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പണി കിട്ടും. നിങ്ങൾ എത്ര നന്നായിട്ട് പഠിച്ചതാണെങ്കിലും നിങ്ങളുടെ ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം പോകും, ഒരു മാസം കഴിയുമ്പോൾ നിശ്ചിത ശതമാനം പോകും, 2 മാസം കഴിയുമ്പോൾ അതിലും കൂടുതൽ, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്തില്ല എങ്കിൽ, ഒരു സിസ്റ്റമാറ്റിക് റിവിഷൻ ചെയ്തില്ല എങ്കിൽ, വീക്കിലി മന്ത്ലി ഒക്കെ റിവിഷൻ പ്രത്യേകം ചെയ്തില്ല എങ്കിൽ, ദിവസേന ചെയ്യണം എന്നല്ല പറയുന്നത്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ശാസ്ത്രീയമായ റിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു ദിവസം പഠിച്ചു, പിറ്റേന്ന് ചെയ്തു, പിറ്റേന്നത്തെ പഠിച്ചു, അത് പിറ്റേന്ന് ചെയ്തു, അങ്ങനെയല്ല. ഒരു വീക്ക്ലി, ഒരാഴ്ച പഠിച്ചു, തിങ്കൾ ടു വെള്ളി പഠിച്ചത് ശനിയാഴ്ച റിവിഷൻ ചെയ്യുക, ഞായറാഴ്ച എന്ത് ചെയ്യുക, അതിൻ്റെ മുമ്പേ ഉള്ള മൊത്തമുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ഓടിച്ച് നോക്കാൻ ഉപയോഗിക്കുക. അങ്ങനെ ഓരോ ആഴ്ചകളിലും 2 ദിവസം റിവിഷനെങ്കിലും മാറ്റി വെക്കുക. പിന്നെ ഒരു മാസം കഴിയുന്ന സമയത്ത് 2-3 ദിവസം മാറ്റി വെച്ചിട്ട് ആ മാസം മൊത്തം പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ റിവിഷൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ പല സാധനങ്ങളും പോകും. അതുകൊണ്ട് റിവിഷൻ ചെയ്യുന്നില്ല എങ്കിൽ എത്ര നിങ്ങൾ പഠിച്ചു, എത്ര നന്നായിട്ട് സിലബസ് നിങ്ങൾ കവർ ചെയ്താലും നിങ്ങൾ ജയിക്കണമെന്നില്ല. റിവിഷൻ നടത്തണം, അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെ വരും എന്ന് ചിന്തിക്കണം, അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ മാക്സിമം പരിശീലിക്കണം, അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ അനുസരിച്ചുള്ള എക്സാമുകൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം. അതിലാണ് വിജയം കിടക്കുന്നത്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ LDC എന്നല്ല ഒരു PSCയും കിട്ടില്ല. അടുത്ത കാര്യം, മാക്സിമം മോഡൽ എക്സാമുകൾ എഴുതിയിട്ട് നിങ്ങളുടെ സ്പീഡും നിങ്ങളുടെ അക്യുറസിയും കൂട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് LDC കിട്ടില്ല ഉറപ്പായിട്ടും. കാരണം എന്താ, പഠിക്കുന്നു, റിവിഷൻ ചെയ്യുന്നു, അതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യമാണ് ഈ എക്സാം. ഓരോ ഏരിയയും പഠിക്കുമ്പോൾ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെ വരുമെന്ന് പരിശീലിക്കണം. ഇന്ന് അതൊക്കെ എളുപ്പമാണ്, നിങ്ങൾക്ക് അത്രയും ആധുനിക സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഓരോ ഏരിയ പഠിക്കുന്ന സമയത്ത് ChatGPTയോടോ ജെമിനിയോടോ ചോദിച്ചാൽ മതി, ആ ഏരിയയിൽ നിന്നുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ തരാൻ. അവർ തരും, അത് വെച്ച് നോക്കുക, ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് ശീലിക്കുക. PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ പരിശീലിക്കുക. അപ്പോൾ ആ രീതിയിൽ മാതൃകാ പരീക്ഷകളും അതേപോലെ ചെയ്യുക. മാക്സിമം എക്സാമുകൾ, നിങ്ങളുടെ LDCയുടെ മോഡൽ എക്സാമുകൾ മാക്സിമം ചെയ്യുക. അതിപ്പോഴേ തുടങ്ങിയില്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അത് ചെയ്ത് ശീലിക്കുക. അത് OMR ഷീറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ സ്പീഡ് മാനേജ്മെൻറ്റ് നടത്തുക. അല്ലാതെ നിങ്ങൾ എത്ര പഠിച്ചാലും എത്ര റിവിഷൻ ചെയ്താലും നിങ്ങളുടെ ആദ്യത്തെ എക്സാമായിട്ട് നിങ്ങൾ LDC എഴുതാൻ പോവുകയാണ്, അതിനു മുമ്പ് നേരെ പരീക്ഷകൾ എഴുതിയിട്ടില്ല, മോഡൽ എക്സാമുകൾ നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിൽ നിന്നും 10-20 മാർക്ക് അവിടെ കുറഞ്ഞു പോകും. നിങ്ങൾക്ക് ലഭിക്കേണ്ട റാങ്ക് ലഭിക്കില്ല, നിങ്ങൾ പുറത്താകും. അതുകൊണ്ട് നിർബന്ധമായിട്ടും മാക്സിമം എക്സാമുകൾ എഴുതിയിരിക്കണം. എക്സാമുകൾ നിർബന്ധമായിട്ടുള്ള ഘടകമാണ്. അത് ഉണ്ടെങ്കിലേ നിങ്ങളുടെ സ്പീഡ് കൂടുള്ളൂ, കൃത്യത കൂടുള്ളൂ, എങ്കിലേ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റോടുകൂടി ആ ഒരു പരീക്ഷ എഴുതി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, കറണ്ട് അഫേഴ്സ് അല്ലേ. ഓക്കെ, എത്ര മാർക്കുണ്ട്? LDCയുടെ കാര്യത്തിലാണെങ്കിൽ 20 മാർക്ക് അല്ലേ, മാർക്ക് കുറൊക്കെ ഉണ്ട്, എന്നാലും കറണ്ട് അഫേഴ്സ് എനിക്ക് നടക്കൂല എന്നുള്ളൊരു മനോഭാവമാണെങ്കിൽ, ആനുകാലികത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ LDC കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഈ പഠിക്കുന്ന ഓരോ ടോപ്പിക്കും, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഭരണഘടന, ഭരണ സംവിധാനം, ഇവിടെ നിന്ന് തന്നെയാണ് കറണ്ട് അഫേഴ്സും വരുന്നത്. അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. PSC പഠനം തുടങ്ങിയാൽ LDCക്ക് വേണ്ടിയുള്ള പഠനം നിങ്ങൾ എന്ന് ആരംഭിക്കുന്നു അന്ന് നിങ്ങൾ ആനുകാലിക പഠനവും ആരംഭിക്കണം. അന്നത്തെ കറണ്ട് അഫേഴ്സ് അന്ന് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ പിറ്റേന്നെങ്കിലും പഠിക്കുക. ആ രീതിയിലുള്ള നോട്ട് കിട്ടില്ലേ നിങ്ങൾക്ക്, എൻട്രിയിൽ തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള കറണ്ട് അഫേഴ്സ് നോട്ടുകൾ ഇവിടെ നിന്നായാലും അത് സംഘടിപ്പിച്ച് പഠിക്കണം. പത്രം വായിച്ച് അത്രയും ടൈം ചിലവഴിക്കണം ഞാൻ പറയുന്നില്ല. ആ വസ്തുതകളെല്ലാം കൂട്ടി ചേർത്തുകൊണ്ട് ആരെങ്കിലും വിദഗ്ധരായിട്ടുള്ള ആളുകൾ നോട്ടുകൾ തയ്യാറാക്കി നൽകുന്നുണ്ടാവും. ആ നോട്ടുകൾ ആ ദിവസങ്ങളിൽ നോക്കണം. അത് നോക്കിയില്ല എങ്കിൽ കറണ്ട് അഫേഴ്സ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കഠിനമായിട്ടുള്ള വിഷയമായിരിക്കും. അങ്ങനെ ഒരു ബന്ധം നിങ്ങൾ ദിവസേന കറണ്ട് അഫേഴ്സായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏറ്റവും എളുപ്പമുള്ള വിഷയമായിട്ട് മാറും. അതല്ല എങ്കിൽ അതിൽ ഒരു സാധനവും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഓരോ ടോപ്പിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൽ ആളുകളുടെ പേര് പോലും നിങ്ങൾക്ക് അറിയില്ല. പിന്നെയല്ലേ ആളേത് മേഖലയാണെന്നും ആ മേഖലയിൽ അയാൾ ഇത്രയും കാലം എന്ത് ചെയ്തെന്നും ഇപ്പം ഉണ്ടാക്കിയ നേട്ടം എന്തുകൊണ്ട് അതിന് പ്രസക്തി വരുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയുമോ? എത്ര അഞ്ചിട്ടാ ബൈഹാർട്ട് പഠിക്കുക? അതാണ് കറണ്ട് അഫേഴ്സിൻ്റെ വിഷയം. അതുകൊണ്ട് ഡെയിലി പത്രവായനയുള്ളവരെ സംബന്ധിച്ച് കറണ്ട് അഫേഴ്സ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആയിരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ച് കറണ്ട് അഫേഴ്സ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് കറണ്ട് അഫേഴ്സിനെ മാറ്റി വെച്ചുകൊണ്ട് LDCയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ദെൻ എന്തെങ്കിലും പുതിയ പുതിയ വാർത്തകൾ കേൾക്കുമ്പോൾ മാത്രം ഉയർത്തെഴുന്നേറ്റ് ഗംഭീര പഠനം അങ്ങോട്ട് നടത്തും, കിട്ടൂല അല്ലേ? ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരാഴ്ച ഗംഭീര പഠനം നടത്തും.
പിന്നെ അവിടെ ഇട്ടേക്കും തണുത്ത്. പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്ന വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ അങ്ങനെയുള്ള മാരക പഠനം കൊണ്ടൊന്നും ഒരു കാലത്തും ഒരാൾക്കും LDC കിട്ടില്ല. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം വേണം, എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ ഒരു മാസക്കാലം അല്ലെങ്കിൽ 2 മാസക്കാലം അല്ലെങ്കിൽ 3 മാസക്കാലം ഞാൻ കൊടുമ്പിരി കൊണ്ട പഠനം നടത്തും എന്ന് തീരുമാനം എടുത്തുകൊണ്ട് കാര്യമില്ല. നോട്ടിഫിക്കേഷൻ വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്നിട്ട് ഞാൻ വിശ്രമിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇതിന് പോവാം, പിന്നെ പരീക്ഷ വരുന്ന സമയത്ത് പഠിക്കുക, അങ്ങനെയൊന്നല്ല. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം തന്നെ വേണം. അതില്ലായെങ്കിൽ കിട്ടില്ല. പിന്നെയോ പലരും ചെയ്യുന്നൊരു വിഡിത്താണ്, എളുപ്പമുള്ള ടോപ്പിക്ക് തന്നെ വീണ്ടും പഠിക്കും അല്ലേ. പഠിക്കാൻ ഇറങ്ങിയും പോയി, ഇതാണ് ഒരുമാതിരി മടുപ്പുള്ള സംഗതിയും. ടഫായിട്ടുള്ള ഏരിയകൾ പഠിക്കാൻ അതിലേക്ക് ഇറങ്ങാനേ തോന്നില്ല. ഇംഗ്ലീഷിലേക്ക് ഇറങ്ങാൻ ഇഷ്ടമില്ല, മാത്സിലേക്ക് ഇറങ്ങാൻ ഇഷ്ടമില്ല, GKയിൽ തന്നെ ടഫായിട്ടുള്ള ഏരിയകളിലേക്ക് ഇറങ്ങാൻ ഇഷ്ടമില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട പണ്ടേയുള്ള എളുപ്പമുള്ള ഏരിയകൾ, പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള ഏരിയകളൊക്കെ തന്നെ ഇപ്പോഴും പഠിച്ച് പോവുക. എല്ലാ ദിവസവും അത് തന്നെ എടുത്തേ ചിരിക്കുക, എവിടെ എത്തില്ല. അത് നിങ്ങൾ വിചാരിക്കും ഹിസ്റ്ററി 5 മാർക്കല്ല, ഹിസ്റ്ററി ഞാൻ പഠിക്കുന്നില്ല, കംപ്ലീറ്റ് ഒഴിവായി കളയാം. എല്ലാം കൂടെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, എല്ലാം കൂടെ 5 മാർക്കുകൾ ഞാൻ ഹിസ്റ്ററി പഠിക്കുന്നേ ഇല്ല, ബാക്കി 95 പോരെ, 95 വേണ്ടല്ലോ ഇതിന് ആദ്യ റാങ്കിന്, അങ്ങനെയൊക്കെ വിചാരിക്കും. ഒരു കാലത്ത് നടക്കില്ല. LDC പോലെയുള്ള പരീക്ഷകളിൽ നിങ്ങളുടെ സിലബസിലുള്ള കംപ്ലീറ്റ് ടോപ്പിക് തന്നെ അറിഞ്ഞു പഠിക്കണം. അല്ലാത്ത പരീക്ഷകൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാറില്ലേ നിങ്ങൾക്ക്, +2 ലെവൽ എക്സാം, ഡിഗ്രി ലെവൽ എക്സാം, അതൊന്നും സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് അടിക്കാൻ പറ്റും, 1ാം റാങ്ക് തന്നെ നേടാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത, മനസ്സിലായില്ലേ? യെസ്. പക്ഷേ 10th ലെവൽ പരീക്ഷകൾ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് തന്നെ പഠിക്കണം, പ്രത്യേകിച്ചും LDC പോലെയുള്ള അത്രയും മത്സരവീര്യമുള്ള പരീക്ഷയിൽ. അതുകൊണ്ട് ഒരു ഏരിയയെ മാറ്റി വെക്കാൻ പാടില്ല, എല്ലാ ഏരിയകളെയും ഇപ്പോഴേ പഠിച്ച് തന്നെ പോയാൽ നിങ്ങൾക്ക് LDC കിട്ടും എന്നല്ല, നിങ്ങൾ നേടും. ഈ രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് LDC നല്ല ഒരു BSCയും കിട്ടില്ല. പഴയ രീതിയിൽ ഓരോ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് മാത്രം അല്ലേ പഠിച്ചു പോവുക. സാറേ ഇവിടെ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് മാത്രം കുറച്ച് പറഞ്ഞു തരുമോ, ഞാൻ അത് മാത്രം പഠിച്ചാൽ പോരെ, ഇത് ഫുള്ള് പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, കിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ യൂട്യൂബിൽ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ചെയ്യും അല്ലേ, ഇന്ന ടോപ്പിക്ക്, ആ ടോപ്പിക്കിൻ്റെ പേര് പറയും, അതിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുകൾ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ഫുൾ അരമണിക്കൂറിൽ എന്നും പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്കിൽ ചിലപ്പോൾ 200 ഫാക്റ്റ് പഠിക്കാനുണ്ടാവും. അതിലുള്ളൊരു 10-20 ഫാക്റ്റ് മാത്രം ആ ഒരു സമയം കൊണ്ട് അവിടെ പഠിപ്പിക്കും. ഇത് പഠിച്ചാൽ മതി എന്ന് പറയും. നിങ്ങൾക്കോ പരീക്ഷയിൽ ചോദ്യം വരുമ്പോൾ പണ്ടായിരുന്നെങ്കിൽ അത് എന്നെ ഇങ്ങനെ ആവർത്തിക്കായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ചിലപ്പോൾ ഒരു 4-5 ഫാക്ട്സ് ഉണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റുകൾ. നീ പഠിച്ച 10-20 ഫാക്റ്റിൽ ഒരു പോയിന്റ് പോലും അതിലുണ്ടാവില്ല. ചിലപ്പോൾ ഒരു പോയിന്റ് ഉണ്ടാവുമായിരിക്കും, ബാക്കി 4 ഫാക്റ്റ് നിങ്ങൾ ഒരു വിധത്തിലും അറിയാത്ത ചോദ്യമാണ്. ഓപ്ഷൻ വെട്ടി കുറച്ചിട്ട് എത്താനും പറ്റുന്നില്ല. പഠിച്ച വെറുതെ ഇല്ലേ, അതാണ് സംഭവിക്കുക. അതുകൊണ്ട് പഠിക്കുമ്പോൾ നല്ല ഡെപ്തിൽ കാര്യങ്ങൾ അറിഞ്ഞ് ആ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാതെ പഴയ രീതിയിലുള്ള ആ ഒരു ഉപരിപ്ലവമായ ചെല്ലിപ്പഠനം കൊണ്ട് കാര്യമില്ല, അത് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ടഫ് വിഷയങ്ങൾ മാറ്റിവെക്കുക. അതിൽ പ്രത്യേകിച്ചും ഇംഗ്ലീഷ്, കണക്ക്, മലയാളം അല്ലേ, ഇതൊന്നും എനിക്ക് നടക്കില്ല. അതുകൊണ്ട് ഞാൻ LDC നോക്കുന്നില്ല, LGS നോക്കാം. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഞാനിപ്പോൾ LGS കിട്ടിയാലും പിന്നെ എനിക്ക് LDC വേണം തോന്നൂലേ, എന്നാൽ പിന്നെ LDCയും കൂടെ നോക്കാം, രണ്ടും കൂടി അങ്ങോട്ട് നോക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, LDCക്ക് വടക്കട്ടെ, ഇപ്രാവശ്യം LGS നോക്കാം, കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ LDC നോക്കാം. ഇങ്ങനെ പല ചിന്തകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറയുന്ന കുറേ ആളുകൾ ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങളുടെ മുന്നിലുണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഉണ്ടാവില്ലേ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാവരുത്. നിങ്ങൾക്ക് 10ാം ക്ലാസ് ഇതിന് യോഗ്യതയുള്ളൂ, 10ാം ക്ലാസ്സിലെ മേസേ ഉള്ളൂ, ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന മേസേ ഉള്ളൂ, ഇംഗ്ലീഷേ ഉള്ളൂ, മലയാളമേ ഉള്ളൂ. ഒരു ഉദ്യോഗാർത്ഥി ധൈര്യത്തോടെ ഇറങ്ങിത്തിരിച്ചാൽ എളുപ്പമാക്കി മാറ്റാൻ പറ്റുന്ന ഇംഗ്ലീഷും മാത്സും മലയാളമേ PSCയിലുള്ളൂ. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ലെവലിൽ നിന്നുകൊണ്ടല്ല, ഏറ്റവും ഒരു ആവറേജ് ലെവലിൽ, അതിന് താഴെയുള്ള ലെവലിൽ നിന്ന് LDCയിൽ 1ാം റാങ്കുകൾ നേടിപ്പോയിട്ടുള്ള, മികച്ച റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുള്ള പലരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത്. ഇവിടെ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഇംഗ്ലീഷും മാത്സും മലയാളവുമേ ഈ പറഞ്ഞ 10th ലെവൽ പരീക്ഷകളുടെ സിലബസിലുള്ളൂ. ആ മാത്സും മലയാളവും ഇംഗ്ലീഷും പഠിച്ചെടുക്കാൻ പറ്റാത്തവർ ഒരു മനുഷ്യനുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെച്ചുകൊണ്ടുള്ള പഠനമാവരുത്, നിർബന്ധമായിട്ടും അതും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതൊക്കെ നിങ്ങൾ പരിഹരിച്ചു അല്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ പരിഹരിച്ചു, മുന്നേറുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ? 4-5 കൊല്ലമായിട്ട് പഠിക്കുന്നവരുണ്ട്, ഓൻ ഇതുവരെ കിട്ടിയിട്ടില്ല, ഓനോടല്ലേ ഞാൻ മത്സരിക്കുന്നത്. ഇതിന് 10ാം ക്ലാസ്സാണ് യോഗ്യത, എനിക്ക് ആകെയുള്ളത് 10ാം ക്ലാസ്, അല്ലെങ്കിൽ എനിക്ക് ആകെയുള്ളത് +2. ഇതിന് ഡിഗ്രി ഉള്ളവനും PG ഉള്ളവനും ഒക്കെ മത്സരിക്കുന്നില്ലേ? ഈ കിട്ടുമോ? എടാ ഓള് മത്സരിക്കുന്നുണ്ട്, ഓള് പഠിക്കുന്ന സമയത്ത് ഓക്ക് ഡിസ്റ്റിങ്ഷനാ, അല്ലെങ്കിൽ ഓക്ക് ഫുൾ A+, എനിക്ക് കിട്ടുമോ?
ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് കിട്ടില്ല. ഈ ചിന്തകളില്ല എങ്കിൽ ഇവരെക്കാളും മികച്ച റാങ്ക് നിങ്ങൾ നേടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തരം ചിന്തകൾ ആദ്യം മാറ്റി വെക്കുക, ഇത്തരം താരതമ്യങ്ങൾ ഒഴിവാക്കുക, നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക, സ്വന്തം കഴിവിൽ വിശ്വസിക്കുക, ആ ധൈര്യത്തിൽ മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. അർദ്ധ മനസ്സോടെയാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും ജോലി കിട്ടാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ബ്രെയിൻ അതിനനുസരിച്ച് അഡ്ജസ്റ്റഡ് ആവും. മൂപ്പരും ആ മൈൻഡിലേ പ്രവർത്തിക്കുള്ളൂ. ആ ഒരു സപ്പോർട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങളുടെ പഠനം അങ്ങനെയായി മാറും. അതൊരിക്കലും ഒരു ഒരു ആസ്പിരൻ്റ്, ഒരു യഥാർത്ഥ റാങ്ക് ഹോൾഡറുടെ ലെവലിലേക്ക് വരുന്ന പഠനമായിട്ട് മാറില്ല. അതൊരു PSC ചുമ്മാ എഴുതി വിട്ടേക്കുന്നു, കേരളത്തിൽ ജനിച്ചു അതുകൊണ്ട് PSC അപ്ലൈ ചെയ്യുന്നു, എഴുതുന്നു, വിടുന്നു, ആ ഒരു ടൈപ്പിലുള്ള സാധാ PSC ഉദ്യോഗാർത്ഥിയായി തന്നെ നിങ്ങളെന്നും തുടരേണ്ടി വരും. അപ്പോൾ അവിടെ നിന്നാണ് മാറേണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ മാറ്റം, അതെവിടെയാണ് ആ മാറ്റം വരേണ്ടത്? ഈ ചിന്താഗതിയിലാണ്, നിലനിന്ന് പോവലിലാണ്, ആ ശ്രമത്തിലാണ്. അല്ലാതെ വേറെ അത്ഭുതങ്ങളൊന്നും ഇവിടെ കാണിക്കാനില്ല. അപ്പോൾ സ്ഥിരതയോടുകൂടി നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് LDC നേടിയെടുക്കാൻ പറ്റും. അതിനുള്ള എല്ലാ സപ്പോർട്ടുകളുമായിട്ട് ഞാനും എൻട്രിയും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നോർമൽ ബാച്ചായിട്ടും ഗോൾഡ് ബാച്ചായിട്ടും യൂട്യൂബ് വീഡിയോകളായിട്ടും സ്പെഷ്യൽ സെഷനുകളായിട്ടും വെബിനാറുകളായിട്ടും PDF നോട്ട്സുകളായിട്ടും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ LDC നേടുമെന്ന് ഇപ്പോൾ ഇവിടെ തീരുമാനം എടുക്കുക. നിങ്ങളുടെ റാങ്ക് ഇവിടെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജില്ല, നിങ്ങൾ നേടാൻ പോകുന്ന റാങ്ക് അതിവിടെ ഈ വീഡിയോയുടെ കൂടെ കമൻറ്റ് ചെയ്യുക. പിന്നീട് ഒരിക്കൽ കൂടെ നിങ്ങളിവിടെ വരും, സാറ് പറഞ്ഞൊക്കെ ഞാൻ അന്ന് കേട്ടു, അതിനുശേഷം ഞാൻ ഗംഭീരമായിട്ട് പഠിച്ചു, സാറ് ഞാനിതാ ഈ റാങ്ക് നേടി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് ഒരു കാലത്ത് ഇവിടെ കമൻറ്റ് ചെയ്യും. അടുത്ത LDC കഴിഞ്ഞിട്ട്, ഈ വരാൻ പോകുന്ന LDC കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ആ കമൻറ്റിന് വേണ്ടി ഇന്ന് നിങ്ങൾ ചെയ്ത കമൻറ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് അന്നത്തെ കമൻറ്റും രണ്ടും കൂടെ കാണണം നമുക്ക്. ഓക്കെ, ഉറപ്പായിട്ട് ഞാൻ കാത്തിരിക്കും. നിങ്ങളെ പിന്നീട് ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും. നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പിലോ ഏതെങ്കിലും ഓഫീസ് ഡേ വരാന്തകളിലോ എവിടെന്നെങ്കിലുമൊക്കെ പോകുന്ന വഴികളിലോ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ ഒരു വാക്ക്, ഒറ്റ വാക്ക്, സാറേ ആ വീഡിയോ ആണ് എൻ്റെ ജാതകം മാറ്റിയത്, അന്ന് മുതലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്, സാറ് പറഞ്ഞ കേട്ടിട്ട് ഞാൻ ആ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നേറിയപ്പോൾ എനിക്ക് ഇന്ന് റാങ്ക് കിട്ടി. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതം ധന്യമാണ്. കാരണം എൻ്റെ ഇപ്പോഴത്തെ ജീവിതം പറഞ്ഞ് നിങ്ങൾക്കറിയാം, PSC എന്നുള്ള ആ ഒരു മേഖലയിലാണ്. അവിടെ സർക്കാർ ജോലി എന്നുള്ള സാധനം ഉപേക്ഷിച്ചിട്ട് ഇതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോ വിജയങ്ങളും, ഞാൻ പണ്ട് നേടിയ വിജയം, ആ വിജയിച്ച സമയത്തുണ്ടായ അതേ ആഹ്ലാദത്തോടെ അതേ സന്തോഷത്തോടെയാണ് ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴും ഞാനും അനുഭവിക്കുന്നത്. അത് പലയിടങ്ങളിലും ഷെയർ ചെയ്യുമ്പോഴും നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു വാക്കായിട്ടോ അല്ലെ ഒരു പിക്കായിട്ടോ അല്ലെ ഒരു ഫോട്ടോ ഒക്കെ ആയിട്ടൊക്കെ നിങ്ങളത് ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഞാനും നിങ്ങളോടൊപ്പം അതേ സന്തോഷം തന്നെ അനുഭവിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ എവിടെന്നെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടാം, വിജയിക്കണം, ഉറപ്പായിട്ടും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ നേടും ഈ പറഞ്ഞ റാങ്ക്. ഓർമ്മിച്ച് വെച്ചോ, ഉറപ്പിച്ച് വെച്ചോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ.